ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ എം.കെ. റാമിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. റാമിനെ കണ്ണൂർ സബ് ജയിലിലേക്ക് എത്തിക്കും. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, കഴിഞ്ഞ ദിവസത്തെ നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുമുണ്ടല്ലോ. ദിവസത്തിന് ശേഷം റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ആ അറസ്റ്റിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തലശ്ശേരി കോടതി റാമിനെ വിട്ടയക്കുകയാണ്. ആ അറസ്റ്റ് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുശേഷം വീണ്ടും ഈ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ റാമിനെ അല്പസമയം മുൻപ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സബ് ജയിലിലേക്കാണ് റാമിനെ മാറ്റുക. ഏതായാലും പുതിയ അന്വേഷണ സംഘമാണ് ഇനി അങ്ങോട്ട് ഈ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് ഡിവൈഎസ്പി ജീവൻ ജോർജ് അന്വേഷണ ഉദ്യോഗസ്ഥനായുള്ള പുതിയ അന്വേഷണ സംഘം. ഈ സംഘം കൂടുതൽ മൊഴികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും റാമിന്റെ കുടുംബത്തിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കും. ആവശ്യമെങ്കിൽ കോളേജിലെ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഏതായാലും നാളെ തന്നെ റാമിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഈ അന്വേഷണ സംഘം നൽകും എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും പോലീസ് നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.